ഹലോ നമസ്തേ, വെൽക്കം ടു WinTrader. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിക്കാൻ പോണത് ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ടാണ്. അപ്പോൾ നമ്മുടെ WinTrader ലേറ്റസ്റ്റ് വേർഷൻ എങ്ങനെയാണ് കമ്മോഡിറ്റീസ് മാർക്കറ്റിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകണം. അതിനകത്ത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ക്രൂഡ് ഓയിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ WinTrader കമ്മോഡിറ്റീസ് മാത്രമല്ല എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് ഒരേ സോഫ്റ്റ്വെയറിൽ നമുക്ക് MCX കാണാൻ പറ്റും. NSയുടെ ക്യാഷ് ഉണ്ട്, ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്, കറൻസീസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കറൻസിയും ഇൻ്റർനാഷണൽ കറൻസി, ഫോറിൻ കറൻസി ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, കോമെക്സ് ഉണ്ട്. ഇതെല്ലാം ഒരേ സോഫ്റ്റ്വെയറിൽ തന്നെ വർക്ക് ചെയ്യും. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന റിയൽ ടൈം ഡാറ്റയാണ്. അപ്പോൾ നമ്മൾ ഏത് ചാർട്ട് എടുത്തിട്ടാലും അതിൻ്റെ ലൈവ് മാർക്കറ്റ് ഡീറ്റെയിൽ, അതായത് ലൈവ് മാർക്കറ്റ് പ്രൈസ് എല്ലാം നമുക്ക് മുകളിൽ കാണാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിലിൻ്റെ ലൈവ് മാർക്കറ്റ് റേറ്റ് ആണ്. ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് 3002 3002 ഇപ്പോൾ മാർക്കറ്റ് റേറ്റ്. അപ്പോൾ ഇത് നമ്മൾ ലേറ്റസ്റ്റ് വേർഷൻ. ആക്ച്വലി നമ്മൾ സോഫ്റ്റ്വെയർ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 11ാമത്തെ വർഷമാണ്. 2009 തൊട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയാണ്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഇതിൻ്റെ വേർഷൻസ് അപ്ഡേറ്റും ചെയ്ത് കൊടുക്കും. ഇപ്പം നമ്മുടെ റണ്ണിങ് വേർഷൻ ഇപ്പോൾ 8.1 ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ റെഡ് കളറിൽ ഡൗൺ ആരോ ആണ് സെൽ സിഗ്നൽ, റെഡ് ഡൗൺ ആരോ സെൽ സിഗ്നലാണ്. ഗ്രീൻ കളറിൽ അപ്പ് ആരോ ബൈ സിഗ്നലാണ്. ഈ റെഡ് കളറിൽ ഡൗൺ ആരോ സെൽ സിഗ്നൽ, ഗ്രീൻ അപ്പ് ആരോ ബൈ സിഗ്നൽ. ഈ രണ്ട് സിഗ്നൽ എന്ന് വെച്ചാൽ നമുക്ക് ഈ സിഗ്നലിൽ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്ന സിഗ്നലാണ്. അപ്പോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് സെയിം ടൈമിൽ നമുക്കൊരു അലേർട്ട് മെസ്സേജ് വരും. നമ്മുടെ സ്ക്രീനകത്ത് ഒരു അലേർട്ട് മെസ്സേജ് വരും. അത് ഒരു സൗണ്ട് എഫക്റ്റോടുകൂടിയാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് എഴുതി വരും ഏത് റേറ്റിൽ ബൈ ചെയ്യണം, ഏത് റേറ്റിൽ സെല് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതി വരും. ഇപ്പം നമ്മൾ ആ അലേർട്ട് കണ്ടില്ലെന്ന് വിചാരിക്കുക. അത് കണ്ടില്ലെങ്കിൽ അത് സെയിം മുകളിൽ നോക്കിയാൽ മതി. ഈ സിഗ്നൽ വരുന്ന സമയത്ത് നമുക്ക് അലേർട്ടും വരും, അതേസമയം അതിൻ്റെ ഡീറ്റെയിൽസ് മുകളിൽ എഴുതി വരും. അപ്പോൾ ഈ ലാസ്റ്റ് വന്ന സെൽ സിഗ്നൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3040 3040 സെല്ലറ്റ് 3040. നമുക്ക് വന്നിരിക്കുന്ന കിട്ടിയ ടൈം എന്ന് പറയുമ്പോൾ 1:15 നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇന്നത്തെ ഡേറ്റിൽ, 24/6 ഇന്നത്തെ ഡേറ്റിൽ കിട്ടി. ഇപ്പം മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് 36 പോയിന്റ് നമ്മൾ പ്രോഫിറ്റിലാണ്, 36 പോയിന്റ്സ് നമ്മൾ പ്രോഫിറ്റിലാണ്. സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ തന്ന എല്ലാ ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ സോഫ്റ്റ്വെയർ തരുന്ന എല്ലാ സിഗ്നലും നമുക്ക് ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം സോഫ്റ്റ്വെയർ തരുന്ന എല്ലാ സിഗ്നലും കൺഫേം ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ സോഫ്റ്റ്വെയർ സിഗ്നൽ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അതിൻ്റെ കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 കൺഫർമേഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് കൺഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സെൽ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് ആൻഡ് മെയിൻ കൺഫർമേഷൻ ഏറ്റവും താഴെ എഴുതി വരും പ്രൈസ് ഇൻ സെൽസ് ആണെന്ന്. അപ്പോൾ എൻ്റെ കർസർ നോക്കി അറിയാൻ പറ്റും പ്രൈസ് ഏറ്റവും താഴെ എഴുതി വരും പ്രൈസ് ഇൻ സെൽസ്. അതാണ് ഫസ്റ്റ് കൺഫർമേഷൻ. സെക്കൻഡ് കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ആരോ കിട്ടിയ സിഗ്നൽ കിട്ടിയ ക്യാൻഡലിൽ നമ്മൾ എൻട്രി ചെയ്യേണ്ട അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡലാണ്. എൻട്രി ചെയ്യേണ്ട നെക്സ്റ്റ് ക്യാൻഡിൽ എന്ന് വെച്ചാൽ നമ്മൾ എൻട്രി ചെയ്യുന്ന പ്രൈസ് വരുന്നത് സെക്കൻഡ് ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് റേറ്റ് ആണ്. ഈ മുകളിൽ കാണുന്ന 3040 എന്ന് പറഞ്ഞ റേറ്റ് നെക്സ്റ്റ് ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് റേറ്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ നമുക്ക് എൻട്രി ചെയ്യാം. പക്ഷേ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് കൺഫർമേഷൻ ഞാൻ പറഞ്ഞ് പ്രൈസ് ഇവിടെ സെൽസ് ആണെന്ന് കാണിക്കണം. സെക്കൻഡ് കൺഫർമേഷൻ ഈ ക്യാൻഡലിൻ്റെ താഴത്ത്, സെക്കൻഡ് ക്യാൻഡലിന്റെ താഴത്തെ ഈ ബാർ റെഡ് കളറിലായിരിക്കണം. അതായത് സെല്ലാണെന്നുണ്ടെങ്കിൽ സെൽ സോണിലായിരിക്കണം, ബാറിന്റെ കളർ റെഡ് ആയിരിക്കണം. സിമ്പിൾ ആണ്. ഈ 2 പാരാമീറ്റർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റിൽ ട്രേഡ് എടുക്കാം. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് സ്റ്റോപ്പ് ലോസ് താഴെ വരും, പിന്നെ ടാർഗറ്റും വരും. സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് നമുക്ക് താഴെ വരും. നമ്മുടെ സോഫ്റ്റ്വെയർ 3 ടാർഗറ്റാണ് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് ഈ 3 ടാർഗറ്റും പറഞ്ഞുതരും, സ്റ്റോപ്പ് ലോസും പറഞ്ഞുതരും. നമുക്ക് ഒന്നെങ്കിൽ ടാർഗറ്റ് കിട്ടുന്ന അനുസരിച്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് കിട്ടി സെക്കൻഡ് ടാർഗറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടാർഗറ്റിൽ പോകുന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ടാർഗറ്റ് എടുത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാം. ഇനി തേർഡ് ടാർഗറ്റിലോട്ട് പോകുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് എടുത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ട്രെൻഡിങ് മാർക്കറ്റിലാണെന്ന് വെച്ചാൽ ഈ സിഗ്നൽ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകും. അതായത് നമ്മൾ എൻട്രി ചെയ്ത് ഫ്രഷ് എൻട്രി ചെയ്ത് നമ്മുടെ ടാർഗറ്റ് നമുക്ക് പ്രോഫിറ്റ് കിട്ടി, നമ്മൾ എക്സിറ്റ് ചെയ്ത ശേഷമായിരിക്കും ചിലപ്പോൾ മാർക്കറ്റിൽ ട്രെൻഡ് വരുന്നത്. അപ്പോൾ പക്ഷേ നമ്മൾ ഓൾറെഡി എക്സിറ്റ് ചെയ്ത് പോയി, നമ്മുടെ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്ത് പോയി. അപ്പോൾ സോഫ്റ്റ് നമുക്ക് രണ്ടാമതൊരു ഓപ്പർച്യൂണിറ്റി തരും റീ എൻട്രി ചെയ്ത് കൊടുക്കാനുള്ള. ആ റീ എൻട്രി ആണ് ഇവിടെ കാണിക്കുന്നത്. റീ എൻട്രി സജഷനിൽ നമുക്ക് സോഫ്റ്റ്വെയർ റീ എൻട്രി പ്രൈസ് പറഞ്ഞു തരും. അതായത് ഒരു ചെറിയ നമുക്ക് ഒരു സെപ്പറേറ്റ് എൻട്രി പോയിന്റും തരും, സെപ്പറേറ്റ് ടാർഗറ്റും തരും. അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീ എൻട്രി ചെയ്ത് കൊടുക്കാം. അതായത് ഈ കണ്ടിന്യൂഷൻ വരുമ്പോൾ ട്രെൻഡി മാർക്കറ്റ് ആണെങ്കിൽ ആ കണ്ടിന്യൂഷൻ വരും, കുറച്ച് നേരം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇപ്പം നമുക്ക് തന്നെ കാണാൻ പറ്റും. ഇപ്പം 1:15 വന്ന സെൽസിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പം നമുക്ക് റീ എൻട്രിയിൽ നമുക്ക് രണ്ടാമത്തെ ട്രേഡ് എടുക്കാം. അല്ല നമുക്ക് ഇങ്ങനെ റീ എൻട്രി ചെയ്യേണ്ടതെങ്കിൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിനകത്ത് കാണാൻ പറ്റും, ഇതിനകത്തൊരു റെഡ് സ്റ്റാർസും ഉണ്ട്, ബ്ലൂ സ്റ്റാർസും ഉണ്ട്. ഈ റെഡ് സ്റ്റാർസ് എന്ന് വെച്ചാൽ നമ്മുടെ സപ്പോർട്ട് ലെവലാണ്. അതായത് മാർക്കറ്റിൻ്റെ സപ്പോർട്ട് ലെവലും ഇത് ബ്ലൂ സ്റ്റാർസ് സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ലാസ്റ്റ് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇറങ്ങിപ്പോണത്.
അതായത് ഈ സപ്പോർട്ട് ഇവിടെയായിരുന്നു, നമ്മുടെ സപ്പോർട്ട് 16ലാണ്. ആ 16നെ ബ്രേക്ക് ചെയ്ത് 16 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പിന്നെ ഇറങ്ങുവാണ്. ഇനിയും നമുക്കൊരു സപ്പോർട്ട് ലെവൽ വരും. അപ്പോൾ സപ്പോർട്ടിൻ്റെ എല്ലാ സപ്പോർട്ടിനെയും ബ്രേക്ക് ചെയ്ത് ഇറങ്ങുവാണ്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻറ്റ് ലെവൽ എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ട്. അതായത് 29 ഇനി ഇപ്പം മാർക്കറ്റ് റേറ്റ് നമുക്ക് നോക്കാൻ പറ്റും 2990 ആണ്. അപ്പോൾ നമ്മുടെ റെസിസ്റ്റൻറ്റ് ലെവൽ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ റെസിസ്റ്റൻറ്റ് ലെവൽ 29 3029 ആ 3029 ബ്രേക്ക് ചെയ്താലേ ഇനി മാർക്കറ്റ് കയറത്തുള്ളൂ. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാൻഡിൽ സ്റ്റിക്ക് അല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ബാർ ചാർട്ടാണ്. ബാർ ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നോർമലായിട്ടൊരു ക്യാൻഡിൽ സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കളർ എന്തുവാണ്, നമുക്ക് റെഡും ഗ്രീനും മാത്രമേ ഉള്ളൂ. അതായത് ബുള്ളിഷ് മാർക്കറ്റ് ബൈ ആണെന്നുണ്ടെങ്കിൽ ഗ്രീന്, ബെയറിഷ് മാർക്കറ്റ് സെൽ ആണെന്നുണ്ടെങ്കിൽ റെഡ്. ഈ റെഡും ഗ്രീനും അല്ലാതെ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്കിൽ വേറൊരു കളർ വരത്തില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബാർ ചാർട്ട് എന്ന് വെച്ചാൽ നോർമലായിട്ടുള്ള കളർ റെഡും ഗ്രീനും തന്നെയാണ്. പക്ഷേ ഈ റെഡ് ഗ്രീനും അല്ലാതെ ഇതിനകത്ത് കുറച്ച് കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഇതിനകത്ത് ലൈറ്റ് ബ്ലൂ ഉണ്ട്, MD ക്യാൻഡിൽസ് വരും, ഓറഞ്ച് കളേഴ്സ് വരും, പിന്നെ വൈറ്റ് ക്യാൻഡിൽസ് ഒക്കെ വരും. അതായത് ഈ റെഡും ഗ്രീനും അല്ലാതെ എന്തുമാത്രം കളേഴ്സാണ് അതിനകത്ത് എക്സ്ട്രാ വരുന്നത്, അതെല്ലാം സൈഡ് വേഡ് ഇൻഡിക്കേഷനാണ് തരുന്നത്. അപ്പോൾ നോർമലായിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് അതിനകത്ത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ബാർ ചാർട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ചിലർക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്താലേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് അതിനകത്തോട്ട് തന്നെ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ബാർ ചാർട്ട് മാറ്റിയിട്ട് ക്യാൻഡിൽ സ്റ്റിക്കിൽ തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇവിടുന്ന് ഫുൾ ട്രെയിനിങ് പറഞ്ഞു തരും. പിന്നെ ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് സ്കാനർ. ഈ സ്കാനർ നമുക്കൊരു മാക്സിമം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്യാം. അതായത് നമുക്ക് MCX ആണെങ്കിൽ MCX ആഡ് ചെയ്യാം, NSE ആണെന്നുണ്ടെങ്കിൽ NSE ആഡ് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്യുന്നതിന് ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്തിട്ട് നമുക്ക് സിഗ്നൽസ് പറഞ്ഞു തരും. അതായത് നമ്മുടെ സ്കാനർ നമുക്ക് 3 തരത്തിലുള്ള സിഗ്നലാണ് പറഞ്ഞു തരുന്നത്. 3 തരത്തിലുള്ള സിഗ്നൽ എന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഡയറക്റ്റ് എൻട്രി. അതായത് ഡയറക്റ്റ് എൻട്രി എന്ന് വെച്ചാൽ ഈ ആരോ കൂട്ടത്തിൽ വരുന്ന സിഗ്നൽ, ആരോ ഉൾപ്പെടെ വരുന്ന സിഗ്നലാണ് നമുക്ക് ഡയറക്റ്റ് എൻട്രി എന്ന് പറയുന്നത്. അതല്ലാതെ റീ എൻട്രിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ആ സെയിം റീ എൻട്രി ഇതെല്ലാം സ്കാനറിലും പറഞ്ഞു തരുന്നതാണ്. ഡയറക്റ്റ് സ്കാനറും തരും റീ എൻട്രി സജഷൻ. മൂന്നാമതൊരു സിഗ്നൽ തരുന്നതാണ് റിസ്കി ആയിട്ടുള്ളത്. മൂന്നാമത് സിഗ്നൽ എന്ന് പറയുമ്പം ഈ റെഡ് ആൻഡ് ഗ്രീൻ ലൈൻ, അതായത് നമ്മൾ ട്രെൻഡ് ലൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് സം ടൈംസ് സ്കാനർ നമുക്ക് സിഗ്നൽ പറഞ്ഞു തരുന്നത്. ഈ റെഡ് ആൻഡ് ഗ്രീൻ ലൈനാണ് ട്രെൻഡ് ലൈൻ. ഈ ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് സ്കാനർ നമുക്ക് സിഗ്നൽ പറഞ്ഞു തരും. പക്ഷേ ഈ ട്രെൻഡ് ചേഞ്ച് ചെയ്ത് വരുന്ന സിഗ്നൽ എന്ന് വെച്ചാൽ നമുക്ക് റിസ്ക് ആയിരിക്കും. അതായത് നമുക്ക് പെട്ടെന്ന് റിവേഴ്സൽ വരുമ്പോഴത്തേക്കും നമുക്കത് ലോസിലോട്ട് പോകും. പക്ഷേ അങ്ങനെയുള്ള സിഗ്നൽ നമുക്ക് അവോയ്ഡ് ചെയ്യണം. അപ്പം നമുക്ക് സിഗ്നൽ വരുന്നതെല്ലാം ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ താഴത്ത് എഴുതി വരും. ന്യൂ സിഗ്നൽ ജനറേറ്ററിന് താഴെ 1 by 1 ആയിട്ട് എഴുതി വരും. സെയിം ടൈമിൽ സ്കാനർ നമുക്ക് സിഗ്നലും പറഞ്ഞു തരും. പക്ഷേ എടുക്കുന്നതിന് മുമ്പായിട്ട് ഡയറക്റ്റ് ചാർട്ട് നമ്മൾ ഇവിടെ പോയി ഓപ്പൺ ചെയ്യണം. ഇവിടെ എല്ലാം ഡയറക്റ്റായിട്ട് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നോക്കണം ആ സിഗ്നൽ കൺഫേം ആണോ ഇല്ലയെന്ന് നോക്കണം. കൺഫേം ആണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്യാം. കൺഫർമേഷൻ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞു തന്ന് സിമ്പിളാണ്. 2 ബാറിൻ്റെ കൺഫേം, അതായത് ഫസ്റ്റ് പ്രൈസ് ഇൻ സെൽ സോൺ, ബൈ ആണെന്നുണ്ടെങ്കിൽ ബൈ സോൺ, ആൻഡ് ബാറിൻ്റെ കളർ സെല്ലാണെങ്കിൽ റെഡ്, ബൈ ആണെങ്കിൽ ഗ്രീൻ. ഈ 2 കൺഫർമേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം, കൺഫേം ആണെങ്കിൽ ട്രേഡ് എടുക്കാം. പിന്നെ ഇതിൻ്റെ സെറ്റിംഗ് ഒക്കെ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഫുൾ ട്രെയിനിങ് ഇവിടുന്ന് കൊടുക്കും. അതായത് നോർമൽ നമ്മുടെ പ്രോസസ്സ് പേയ്മെൻറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റുള്ളിൽ ഈ സോഫ്റ്റ്വെയർ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡയറക്റ്റായിട്ട് ഓൺലൈൻ ഇൻസ്റ്റാൾ ചെയ്ത് തരും. അതിൻ്റെ ഫുൾ ട്രെയിനിങ് പറഞ്ഞുതരും. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഫങ്ഷൻസ് എങ്ങനെയാണെന്നുള്ള ഫുൾ പറഞ്ഞുതരും. പിന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റായിട്ട് വിളിക്കാം. ഇതിനകത്ത് ഞാൻ നമ്പറും പറഞ്ഞുതരാം. അതിനകത്ത് വാട്സപ്പ് ഉണ്ട്, ഒഫീഷ്യൽ വാട്സപ്പും ഉണ്ട്. അതിനകത്ത് മെസ്സേജ് ഇട്ടാലും മതി. പിന്നെ ഇത് നമ്മുടെ റണ്ണിങ് വേർഷൻ നമ്മുടെ 8.1 ആണ് വിത്ത് സ്കാനർ 1.2. ഇതിൻ്റെ നമ്മളൊരു അപ്ഡേഷൻ നടത്തുവാണ്. അതായത് മോസ്റ്റ്ലി ഈ വർഷം അവസാനത്തോടെ നമ്മുടെ ഒരു പുതിയ വേർഷനും കൂടെ വരും 9.0. അപ്പം നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിക്കുന്ന 1 ടൈമാണ്. അതിനകത്ത് ഫുൾ അപ്ഡേഷൻ, ടെക്നിക്കൽ സപ്പോർട്ട് ആൻഡ് ട്രെയിനിങ് നിങ്ങൾക്ക് ഫ്രീ ആണ്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു തന്നത് സോഫ്റ്റ്വെയറിൻ്റെ എങ്ങനെയാണെന്നുള്ള ലൈവ് മാർക്കറ്റിലാണ് പറഞ്ഞു തന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈവ് ഡെമോ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ വിളിച്ചാൽ മതി. എൻ്റെ പേര് ഗംഗ എന്നാണ്. ആൻഡ് എൻ്റെ നമ്പർ 9061973737. ഈ നമ്പറിൽ ഡയറക്റ്റായിട്ട് കോൾ ചെയ്യാൻ മതിയാവും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വന്നാൽ മതിയാവും. ഇത് ഒഫീഷ്യൽ വാട്സപ്പാണ്, അതിനകത്ത് മെസ്സേജ് ഇട്ടാലും മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാം. ഞങ്ങളുടെ വെബ്സൈറ്റ് wintradersoft.com, wintrader.in. Thank you for watching my video.